ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ലവ് ആൻഡ് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ എന്താണ് ആവാൻ പോണേ ലവില് കരിയറിൽ, അതാണ് നമ്മൾ നോക്കാൻ പോണത്. ഞാൻ നിങ്ങളുടെ റീഡിംഗ് മുമ്പേ ആണ് ചെയ്യണത്. യൂഷ്വൽ സോഡിയാക് സയൻസിൻ്റെ സീക്വൻസ് ഫോളോ ചെയ്യണില്ല. എന്നുവെച്ചാൽ ജെമിനൈയുടെ പ്രീവിയസ് വീഡിയോ അതിനെ കുറെ വ്യൂസ് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഹയസ്റ്റ് വ്യൂസ് ടോപ്പ് 4 ജെമിനൈ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ വേഗം റിലീസ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഞാൻ ആരുടെ സോഡിയാക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് തരണ വെച്ചാൽ ആ സോഡിയാക്കാണ് മുമ്പേ ചെയ്യാൻ പോണത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഇതൊരു ക്വിക്ക് റീഡിംഗ് ആണ് ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനൈ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് വരാൻ പോണത് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ? 2 of Swords, Ace of Pentacles, 3 of Wands. നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം എനർജി എന്താണ് ലവില്? 5 of Cups. നിങ്ങളുടെ കരിയറിൽ എന്താണ് മെസ്സേജ്? കരിയറിൽ എന്താണ് ഉണ്ടാവാൻ പോണത്? 10 of Pentacles, 10 of Wands and 3 of Cups. ഓവറോൾ എനർജി എന്താണ്? ഔട്ട്കം ഓവറോൾ എനർജി 5 of Pentacles. അപ്പോൾ ജെമിനൈ നിങ്ങളുടെ ലവ് ലൈഫും കരിയറും രണ്ടും 5 നമ്പർ ആണ് ഇൻഫ്ലുവൻസ് ചെയ്യണത്. ഇവിടെ 5 of Cups ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ആൻഡ് നിങ്ങളുടെ കരിയറിൽ 5 of Pentacles ആണ് കാണുന്നത്. അപ്പോൾ ഈ നമ്പർ 5 ഒരു ചേഞ്ചിന്റെ നമ്പറാണ്, വലിയ ചേഞ്ച് ട്രാൻസ്ഫോർമേഷന്റെ നമ്പറാണ്, ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ നമ്പറാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലവ് ലൈഫിൽ 5 of Cups എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ തോന്നി എൻഡായിന്ന്, പക്ഷെ ആക്ച്വലി അതൊരു എൻഡിങ് ആയിരുന്നില്ല. യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ പാസ്റ്റിനെ ആലോചിച്ചിട്ട് കുറെ നിങ്ങൾക്ക് റിഗ്രറ്റ്സ് ഉണ്ട്, എന്തോ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയി പോയി എന്നൊരു റിഗ്രറ്റ് ഉണ്ട്. മേ ബി നിങ്ങൾ അത്ര ആക്ഷൻ എടുത്തില്ലാന്നായിരിക്കും നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവുക. ഇല്ല വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ആ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് കുറെ ഒരു വിഷമം ഉണ്ടാവുന്നുണ്ട്, അത് ഇത് വർക്ക്ഔട്ട് ചെയ്തില്ല, ഓർ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും അത് കാര്യങ്ങൾ മെസ്സപ്പ് ആയിന്ന്. പക്ഷെ ആക്ച്വലി യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ മുഴുവനെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ 2 കപ്സ് എപ്പോഴും ഉണ്ട് പിമ്പാത്ത്, പക്ഷെ നിങ്ങൾ അതൊന്നും കാണില്ല. നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയാണ്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീനെ കാണാത്തത്. പക്ഷെ എന്തോ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലവ് ലൈഫിൽ 2 of Swords ആണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്. അപ്പോൾ 2 of Swords ഒരു ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ എനർജിയുടെ ഇടയ്ക്ക് ഒരു ഡിസിഷൻ, ഒരു ചോയ്സിന്റെ എനർജിയാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം ഈ സമയത്ത്, ഏത് ഡിറക്ഷനിലാണ് പോകേണ്ടത് അറിയാണ്ട് നിങ്ങൾ ഒരു വെയിറ്റിംഗ് മോഡിലാണ്. പക്ഷെ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് ലവില്. ഇതൊരു കുറെ സ്റ്റേബിൾ ഓഫറാണ്, ഒരു പുതിയ ബിഗിനിങ് ആണ്. അപ്പോൾ ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ ഓഫർ ഡെഫിനറ്റ്ലി ലോങ് ടേമിന്റെ ഓഫറാണ്. അപ്പോൾ ഇതൊരു സീരിയസ് ഓഫറാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. ആൻഡ് നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾ ഈ ഓഫർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ മേ ബി വേറെ ഓപ്ഷൻസിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓറൽസ് മേ ബി നിങ്ങൾ ഈ പേഴ്സണിന്റെ കൂടെ ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. മേ ബി ഈ പേഴ്സൺ കുറച്ച് ദൂരത്തിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക, അവർക്ക് ട്രാവൽ ചെയ്ത് വരേണ്ടി വരും നിങ്ങളുടെ അടുത്ത്. അങ്ങനെയാണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണിനെ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അതല്ലാണ്ട് നിങ്ങൾ കുറെ ഹോപ്പ്ഫുൾ ആണ്, ഫ്യൂച്ചറിൽ ഇപ്പൊ എല്ലാം ശരിയാവും, ഇങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട് ഇവിടെ. എന്നുവെച്ചാൽ ഇതൊരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ കുറെ കൂടിയും നല്ല നല്ല എക്സ്പീരിയൻസസ് ഉണ്ടാവാൻ പോകുന്നുണ്ട് ലവ് ലൈഫിൽ. അതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ ലവ് ലൈഫ് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് വേയിലാണ് മുമ്പോട്ട് പോണേ. നിങ്ങളുടെ കരിയറിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ 5 of Pentacles ആണ് ഓവറോൾ എനർജി ആൻഡ് ഔട്ട്കം.
ഫൈവ് ഓഫ് പെന്റിക്കിൾസ് ഒരു ലോസിന്റെ എനർജിയാണ്, ലാക്കിന്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു ഫീലിംഗ് എന്താ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് അത്ര പൈസ ഇല്ല, നിങ്ങൾക്ക് എപ്പോഴും ഒരു കോംപ്രമൈസ് ചെയ്ത് വേണം നിങ്ങളുടെ ഫിനാൻസസ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കുറെ വിഷമങ്ങൾ ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ എഫേർട്ട് ഇടണ മാതിരി നിങ്ങൾക്ക് അത്ര ശമ്പളം ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ബോസ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണില്ല. അപ്പോൾ കരിയറിൽ ഒരു ലോ എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഒരു വലിയ ചേഞ്ച് ആണ് ഇത്. ഫ്രം ദ 5 ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾ 10 ഓഫ് പെന്റിക്കിൾസിലേക്കാണ് ചാടണത്. അപ്പൊ ഇതൊരു വലിയ ബംപാണ്, റേസ് ഇല്ലച്ചാ. ഒരു നിങ്ങളുടെ എന്തെങ്കിലും ഒരു ലാൻഡ് ഉണ്ട്, അത് കുറെ കൊല്ലായിട്ട് വിൽക്കുണ്ടായില്ല, സഡൻലി അതിനൊരു നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു ബയർ കിട്ടും ആൻഡ് അതൊരു ബൾക്ക് മണി വരണ മാതിരി എനർജിയാണ്. ഇതൊരു ബൾക്ക് മണി, ബൾക്ക് ഇൻകം. അപ്പോൾ ഇത് ബോണസ് ആവാം, ഇൻഹെറിറ്റൻസ് ആവാം, ലോട്ടറി ആവാം, ഇല്ലച്ചാ എന്തോ ഒരു ബൾക്ക് മണി നിങ്ങൾ എന്തെങ്കിലും വിട്ടിട്ട് പൈസ കുറെ വരണ മാതിരി ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു ഫാമിലി സ്വത്തുമാവാം, ഫാമിലി ഇൻഹെറിറ്റൻസ്, ഇല്ലച്ചാ ഫാമിലി പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുമ്പോൾ പൈസ കിട്ടണ എബണ്ടൻസ്, അതും ആയിരിക്കാം. ഇതോടെ നിങ്ങളുടെ ബേർഡൻസ് ഒക്കെ എൻഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ബേർഡൻ ആയി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ ഈ പൈസ വന്നോണ്ട് നിങ്ങളുടെ ആ ഫിനാൻഷ്യൽ ബേർഡൻസും എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുറെ പോസിറ്റീവ് ഡിറക്ഷനിലാണ് പോണത്. ലാസ്റ്റ് കാർഡ് ഇവിടെ 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സെലിബ്രേഷൻ ആണ് ഞാൻ കാണുന്നത്. ഫിനാൻഷ്യലി ഒരു നല്ല സമയം നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ കൂടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണു. എന്നുവെച്ചാൽ നിങ്ങളുടെ ആ ഡിഫിക്കൾട്ട് സമയം ഇപ്പോൾ കഴിയാൻ പോകുന്നുണ്ട്, ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി വലിയ ചേഞ്ചസ് ഉണ്ട് നിങ്ങളുടെ ലവ് ലൈഫിലും കരിയറിലും, ആൻഡ് ഇത് വരാൻ പോണേലൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇത് ഈ റീഡിങ് ഇഷ്ടമായിച്ച ക്ലെയിം ചെയ്യുക, ഇത് കമൻസിൽ ഐ ക്ലെയിം എഴുതുക. ആൻഡ് അതല്ലാണ്ട് ലൈക്ക് ചെയ്യുക ഈ വീഡിയോനെ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ പറഞ്ഞ മാതിരി സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, പുഷ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഇതിൽ കൂടുതൽ വ്യൂസ് കിട്ടിയാൽ നെക്സ്റ്റ് ടൈമും ഞാൻ നിങ്ങളുടെ വീഡിയോ വേഗം റിലീസ് ചെയ്യും. അപ്പോൾ ഞാൻ പിന്നെ കാണാം. താങ്ക് യു സോ മച്ച്.